ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ എടുത്ത് ചുമ്മാ ഒന്ന് മറിച്ച് നോക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂസ് പോർട്ടൽ ചുമ്മാ ഒന്ന് സ്ക്രോൾ ചെയ്യുക. ഓൺലൈൻ തട്ടിപ്പുകളെക്കുറിച്ചുള്ള കുറഞ്ഞത് 2-3 വാർത്തയെങ്കിലും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ടെക്നോളജിയുടെ വളർച്ചയോടെ ഓൺലൈൻ തട്ടിപ്പുകളുടെ എണ്ണവും വളരെയേറെ വർദ്ധിച്ചിരിക്കുകയാണ്. ആളുകളെ വലയിൽ വീഴ്ത്താനായി വ്യത്യസ്ത തന്ത്രങ്ങളാണ് തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നത്. ഇത് പൂർണ്ണമായി നിർത്താനോ ഇതിന് പിന്നിലുള്ളവരെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ നിലവിലെ അവസ്ഥയിൽ നമുക്ക് സാധിക്കില്ല. പിന്നെന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? ഓൺലൈൻ തട്ടിപ്പുകളെ പറ്റി അവബോധം നൽകി അവർ പ്രയോഗിക്കാൻ സാധ്യതയുള്ള തന്ത്രങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ട മുൻകരുതലുകൾ എടുക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. സാധാരണക്കാരെ വലയിലാക്കാൻ ഇത്തരം തട്ടിപ്പുകാർ എന്തൊക്കെ തന്ത്രങ്ങളാണ് പ്രയോഗിക്കുന്നത്, അത് നമുക്ക് എങ്ങനെ തടയാൻ സാധിക്കും? ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വെൽക്കം ടു സ്റ്റോറീസ് വിത്ത് കിരൺ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതിൽ ആദ്യത്തേത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കണ്ടതാണ്. നിങ്ങളൊരു ബാങ്കിലെ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്തെന്ന് വെക്കുക. കുറച്ചു കഴിഞ്ഞ് നിങ്ങൾക്കൊരു കോൾ വരികയാണ്. ബാങ്കിൽ നിന്നാണ്. സാറ് ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്തിരുന്നല്ലേ, അതിൻ്റെ വെരിഫിക്കേഷന് വേണ്ടിയാണ്. ഇവിടം വരെ എല്ലാം ശരിയാണ്. ഇനിയാണ് തട്ടിപ്പ് ആരംഭിക്കുന്നത്. സാറ് ഫോണിൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്താൽ നമുക്ക് വെരിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. പെട്ടെന്ന് ഇതൊരു തട്ടിപ്പാണെന്ന് ആരും സംശയിക്കില്ല. കാരണം നമ്മൾ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ കാര്യം ശരിയാണ്. അതുകൊണ്ട് നമ്മൾ വേറൊന്നും ചിന്തിക്കാതെ ആ സ്ക്രീൻ അങ്ങ് ഷെയർ ചെയ്യും. അപ്പോൾ അവർ അടുത്ത ചൂണ്ടയെറിയും. സാറ് വേറെ ഏതെങ്കിലും ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെരിഫൈ ചെയ്യാം. നമ്മൾ ആ കാർഡ് അങ്ങ് കാണിക്കും. പിന്നെ എല്ലാം പെട്ടെന്നായിരിക്കും. നമ്മുടെ ഫോണിൽ ഒരു OTP വരും. നമ്മൾ ഓൾറെഡി സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്നത് കൊണ്ട് OTP നമ്മൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം പോലുമില്ല. അല്ലാതെ തന്നെ അവർക്കത് കിട്ടും. നമ്മുടെ കാർഡിൽ നിന്ന് പണം നഷ്ടപ്പെടുകയും ചെയ്യും. ഇവിടെ നമ്മെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്ത കാര്യം അറിയാവുന്നത് നമുക്കും ആ ബാങ്കിനും മാത്രമാണ്. പിന്നെ എങ്ങനെയാണ് ഈ വിവരം തട്ടിപ്പുകാർക്ക് ലഭിക്കുന്നത്? എവിടെയാണ് പിഴവ് സംഭവിക്കുന്നത്? ബാങ്കിൽ നിന്നുള്ള ആരെങ്കിലും ഈ ഡേറ്റ വിൽക്കുന്നതാണോ? ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഇനി ഇത് എങ്ങനെ തടയാമെന്ന് നോക്കാം. നമ്മളൊരു ക്രെഡിറ്റ് കാർഡിനോ ലോണിനോ ഒക്കെ അപ്ലൈ ചെയ്താൽ വീഡിയോ KYC എന്നത് ഇപ്പോൾ ഒരു നോർമൽ പ്രൊസീജിയറാണ്. എന്നാൽ ആ അവസരങ്ങളിലൊന്നും സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറയാറില്ല. അതിൻ്റെ ആവശ്യവുമില്ല. വീഡിയോ KYC പ്രൊസീജിയറിനിടയിൽ ക്യാമറ ഓണാക്കി വെക്കുക. അവർ പറയുമ്പോൾ പാൻ കാർഡിൻ്റെയും ആധാറിൻ്റെയും പിന്നെ നമ്മുടെ സിഗ്നേച്ചറിൻ്റെയും ഫോട്ടോ എടുക്കുക. ഇത് മാത്രമാണ് വീഡിയോ KYC പ്രൊസീജിയറിലുള്ളത്. അല്ലാതെ OTP കൊടുക്കുന്നതോ സ്ക്രീൻ ഷെയർ ചെയ്യുന്നതോ ഒന്നും ഈ പ്രൊസീജിയറിൻ്റെ ഭാഗമല്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ VKYC ഒക്കെ അതായത് ബാങ്കിൻ്റെ ലിങ്കിലൂടെ തന്നെയാവും ചെയ്യുക. അതുകൊണ്ട് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് വരുന്ന വ്യാജ SMS-കളിലെ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് ഈ തട്ടിപ്പ് ഒഴിവാക്കാനായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇനി ഇങ്ങനെ തട്ടിപ്പ് സംഭവിച്ചു, നിങ്ങളുടെ കാർഡിൽ നിന്നോ അക്കൗണ്ടിൽ നിന്നോ പണം നഷ്ടപ്പെട്ടു. ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് നോക്കാം. പണം നഷ്ടപ്പെട്ട ഉടൻ തന്നെ നിങ്ങൾ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ അതായത് NCRPയിൽ പരാതി നൽകുക. പെട്ടെന്ന് പരാതി നൽകിയാൽ തട്ടിപ്പുകാർ പണം പിൻവലിക്കുന്നതിന് മുൻപ് തന്നെ ബാങ്ക് ആ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും നിങ്ങളുടെ പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. എന്നാൽ പരാതിപ്പെടാൻ നിങ്ങൾ വൈകുകയാണെങ്കിൽ പണം തിരികെ കിട്ടാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. നമുക്ക് അടുത്ത തട്ടിപ്പ് നോക്കാം. ഈ അടുത്തായി ഒരുപാട് പേരുടെ പണം നഷ്ടപ്പെടാൻ കാരണമായ തട്ടിപ്പാണ് വിർച്വൽ അറസ്റ്റ്. എന്താണ് ഈ വിർച്വൽ അറസ്റ്റ്? അടുത്തിടെ കോഴിക്കോട് സ്വദേശിക്ക് കിട്ടിയ ഒരു ഫോൺ കോൾ നമുക്ക് ഉദാഹരണമായി നോക്കാം. നിങ്ങളുടെ വിവരങ്ങളും രേഖകളും ഉപയോഗിച്ച് മുംബൈയിൽ തുടങ്ങിയ ഒരു അക്കൗണ്ട് വഴി കള്ളപ്പണം വെളുപ്പിക്കുന്നു എന്നതായിരുന്നു ആ കോഴിക്കോട് സ്വദേശിക്ക് കിട്ടിയ കോൾ. മുംബൈയിൽ നിന്നുള്ള CBI ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നതെന്നായിരുന്നു തട്ടിപ്പുകാർ പറഞ്ഞിരുന്നത്. വിശ്വസിപ്പിക്കാനായി CBIയുടെ മുദ്രകളുള്ള രേഖകൾ അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിനുശേഷം താങ്കൾ ഇപ്പോൾ വിർച്വൽ അറസ്റ്റിലാണെന്ന് പറഞ്ഞ് യൂണിഫോമിലുള്ള ആളുകൾ വീഡിയോ കോൾ ചെയ്യുന്നു. ഈയൊരവസ്ഥയിൽ ഏതൊരു സാധാരണക്കാരനും പരിഭ്രമം തോന്നും. കേസ് ഒഴിവാക്കാനായി ഒരു വൻതുക ഫൈൻ അടയ്ക്കണമെന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരാനായി ആളുകൾ ആ അക്കൗണ്ടുകളിലേക്ക് പണം അയക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ഈ തട്ടിപ്പുകാർ പ്രവർത്തിക്കുന്നത്. ഇനി കള്ളപ്പണം മാത്രമല്ല, അതായത് നിങ്ങളുടെ പേരിൽ വന്ന ഒരു പാഴ്സലിൽ മയക്കുമരുന്നോ അല്ലെങ്കിൽ മറ്റ് നിരോധിത ഉൽപ്പന്നങ്ങളോ ഉണ്ടെന്നും അത് കസ്റ്റംസ് ഓഫീസിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞ് ഈ തട്ടിപ്പുകാർ വിളിക്കാം. ഈ തട്ടിപ്പുകൾ തടയാനായി നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഓരോ ഏജൻസിയും വാട്സാപ്പ് കോൾ വഴിയോ വീഡിയോ കോൾ വഴിയോ ഒന്നും അറസ്റ്റ് ചെയ്യില്ല. ഇങ്ങനെ ഒരു കോൾ നിങ്ങൾക്ക് വന്നാൽ പെട്ടെന്ന് തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുക. ഇനി പണം നഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ NCRPയിൽ പരാതി നൽകുക. അടുത്തതാണ് ഓൺലൈൻ ജോലി തട്ടിപ്പുകൾ. നമ്മൾ ജോലിക്കായി നിരവധി ഓൺലൈൻ സൈറ്റുകളിൽ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാറുണ്ട്. തട്ടിപ്പുകാർ ഈ വെബ്സൈറ്റിൽ നിന്ന് നമ്മുടെ വിവരങ്ങൾ ശേഖരിച്ച് നമ്മളെ വിളിക്കുന്നു. ജോലി ലഭിക്കാനായി അവരുടെ ഫീസായോ അഡ്വാൻസായോ ഡെപ്പോസിറ്റായോ ഒക്കെ ഒരു വൻതുക ആവശ്യപ്പെടും. നമുക്ക് വൻ തുകയായിരിക്കും ശമ്പളമായി അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ നിന്നെങ്കിലും ഈ പണം എടുത്തങ്ങ് അടയ്ക്കും. നമ്മൾ പണം അടച്ചു കഴിഞ്ഞ് പിന്നെ അതിനെപ്പറ്റി വിവരമൊന്നും ഇല്ലാതാവുമ്പോഴാണ് നമുക്ക് അബദ്ധം പറ്റിയ കാര്യം മനസ്സിലാവുക. അപ്പോഴേക്കും വൈകിപ്പോയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഓഫർ ലെറ്റർ ലഭിച്ചാൽ തൊഴിൽദാതാവിൻ്റെ ആധികാരികത അവരുടെ വെബ്സൈറ്റിൽ നിന്നോ നേരിട്ടോ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി അത് നമ്മൾ കേട്ടിട്ടുള്ള കമ്പനിയാണെങ്കിലും നേരിട്ടൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. ഇതുപോലെ പാർട്ട് ടൈം ജോലിയുടെ പേരിലും നിരവധി തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഒരു ദിവസം വീട്ടിലിരുന്ന് 2 മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ 10,000 തരാം 20,000 തരാമെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ നമ്പരുത്. അങ്ങനെ വെറും 2 മണിക്കൂർ കൊണ്ടൊക്കെ അത്രയും വലിയൊരു തുക ലഭിക്കുമായിരുന്നെങ്കിൽ എത്ര എളുപ്പമായിരുന്നു. ഇങ്ങനെ പണം സമ്പാദിക്കാനുള്ള വഴി പഠിപ്പിച്ചു തരാൻ അവർ ആദ്യം ഒരു തുക ചോദിക്കും. എന്നിട്ട് ആ പൈസയുമായി അവരങ്ങ് മുങ്ങും. ഇതായിരിക്കും സംഭവിക്കുക.
അതുകൊണ്ട് ഇങ്ങനെയുള്ള ഓഫറുകളിലൊന്നും പോയി വീഴാതിരിക്കുക. അടുത്തതായി ഓൺലൈൻ ട്രേഡിംഗുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തട്ടിപ്പുകളാണ്. പ്രധാനമായും ടെലിഗ്രാം ഒക്കെ കേന്ദ്രീകരിച്ചായിരിക്കും ഇത്തരം തട്ടിപ്പുകൾ നടക്കുക. അതായത് പണം ഇത്ര ദിവസത്തിനുള്ളിൽ ഇരട്ടിപ്പിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു തുക ഡെപ്പോസിറ്റ് ചെയ്താൽ മാസാമാസം നിങ്ങൾക്ക് ഇത്ര തുക വരുമാനമായി ലഭിക്കും എന്നൊക്കെയായിരിക്കും ഓഫറുകൾ. ചിലപ്പോൾ നമ്മളെ വിശ്വസിപ്പിക്കാനായി ആദ്യം ചെറിയൊരു തുകയ്ക്ക് ചേരാൻ ആവശ്യപ്പെടും. അങ്ങനെ നമ്മൾ ചെറിയൊരു തുകയ്ക്ക് ചേരുമ്പോൾ കൃത്യമായി വരുമാനം ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഇത് കണ്ട് വിശ്വസിച്ച് നമ്മൾ വലിയ തുക ഡെപ്പോസിറ്റ് ചെയ്താൽ അതുമായി അവർ മുങ്ങും. പണമിരട്ടിപ്പ്, അതുപോലെ ലോകത്തെങ്ങുമില്ലാത്ത പലിശ, ഇതൊക്കെ ഓഫർ ചെയ്താൽ അതൊക്കെ വെറും തട്ടിപ്പാണെന്ന് തിരിച്ചറിയുക. ഇതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ലെന്ന് മനസ്സിലാക്കുക. ഇത്രയൊക്കെ നമുക്ക് ഈ കാര്യത്തിൽ ചെയ്യാനുള്ളൂ. സാധാരണക്കാരെ ടാർഗറ്റ് ചെയ്യുന്ന അടുത്ത തട്ടിപ്പാണ് ഓൺലൈൻ ഗിഫ്റ്റുകൾ. നിങ്ങൾക്ക് ലക്കി ഡ്രോയിൽ 1 കോടി സമ്മാനം അടിച്ചിട്ടുണ്ട്, 50 ലക്ഷം സമ്മാനം അടിച്ചിട്ടുണ്ട്, 25 ലക്ഷം സമ്മാനം അടിച്ചിട്ടുണ്ട്, ഐഫോൺ സമ്മാനം അടിച്ചിട്ടുണ്ട്, കാർ സമ്മാനം അടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മെസ്സേജുകൾ വരും. എന്നിട്ട് ഇതൊക്കെ ലഭിക്കണമെങ്കിൽ ഇതിന്റെ ടാക്സ് എമൗണ്ട് ആദ്യം അടയ്ക്കാൻ പറയും. എങ്ങാനും ഇതിൽ പോയി തലവെച്ച് കൊടുത്താൽ ഐഫോൺ പോയിട്ട് സോപ്പ് ബോട്ടി പോലും നിങ്ങൾക്ക് കിട്ടില്ല. ഇനി ഈ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ആരെങ്കിലും വിളിച്ചാൽ എന്തായാലും നിങ്ങളൊരു വലിയ തുക സമ്മാനം തരുന്നതല്ലേ, ഈ ടാക്സ് എമൗണ്ട് നിങ്ങളെടുത്തിട്ട് ബാക്കി പൈസ നമുക്ക് തന്നാൽ മതിയെന്ന് തീർത്തങ്ങ് പറയുക. അപ്പോൾ അവർ ആ പരിപാടി അങ്ങ് നിർത്തിക്കോളും. നമ്മൾ ഇതുവരെ പറഞ്ഞതല്ലാതെ വേറെയും നിരവധി തട്ടിപ്പുകളുണ്ട്. ഉദാഹരണത്തിന് നിരവധി തരത്തിലുള്ള ഹണി ട്രാപ്പുകൾ. നിങ്ങൾക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഒരു വാട്സാപ്പ് വീഡിയോ കോൾ വന്നു വെക്കുക. നിങ്ങൾ പെട്ടെന്ന് അതെടുക്കുമ്പോൾ അങ്ങേപ്പുറത്ത് ഒരു നഗ്നയായ സ്ത്രീയുടെ ചിത്രമായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു നഗ്നയായ സ്ത്രീ തന്നെ ആയിരിക്കും. നിങ്ങൾ ആ കോൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ക്യാമറ ഉപയോഗിച്ച് നിങ്ങളുടെ ചിത്രം അവർ പകർത്തും. എന്നിട്ട് അതുപയോഗിച്ച് നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യും. ഇങ്ങനെയുള്ള ബ്ലാക്ക് മെയിലുകളിൽ വീഴാതിരിക്കുക. നിങ്ങൾ ഒരു തവണ അവർക്ക് പേടിച്ച് പൈസ കൊടുത്താൽ അവർ വീണ്ടും വീണ്ടും അത് ചോദിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സംഭവം പോലീസിൽ അറിയിക്കുക. ബ്ലാക്ക് മെയിലിംഗിൽ വീഴാതിരിക്കുക. അടുത്തതായി കസ്റ്റമർ കെയറുമായി ബന്ധപ്പെട്ടും നിരവധി തട്ടിപ്പുകൾ നടക്കാറുണ്ട്. എല്ലാ കമ്പനികൾക്കും കസ്റ്റമർ കെയർ ഉണ്ട്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് നമ്മളുടെ ഫോണിന് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടായി, നമ്മൾ അതിൻ്റെ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുകയാണ്. അവരുടെ വെബ്സൈറ്റിൽ നിന്ന് മാത്രം നമ്പർ എടുക്കുക. അവരുടെ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന യൂസർ മാനുവലിലോ ഒക്കെ നമ്പറുകൾ ഉണ്ടാവും. അവിടെ നിന്ന് മാത്രം വിളിക്കുക. അല്ലാതെ ചുമ്മാ ഗൂഗിൾ ചെയ്തിട്ട് കിട്ടുന്ന ഏതെങ്കിലും സൈറ്റിൽ നിന്ന് കയറി വിളിക്കരുത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരെ തട്ടിപ്പുകാരുടെ കയ്യിലേക്കായിരിക്കും ചെന്നുവിടുക. അവർ നമ്മുടെ വിവരങ്ങൾ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുകയോ മെയിൽ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒറിജിനൽ നമ്പറോ അല്ലെങ്കിൽ ഒറിജിനൽ ഇമെയിൽ ഐ ഡിയോ ആണെന്ന് ഉറപ്പുവരുത്തുക. അതിനായി നിങ്ങൾ കമ്പനിയുടെ ഒറിജിനൽ വെബ്സൈറ്റിൽ പോയി ആ നമ്പരും ഇമെയിൽ ഐ ഡിയും ഒക്കെ ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. ഇനി ഇതൊന്നും കൂടാതെ ഫേക്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചും ധാരാളം തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. അതായത് ഫേക്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ബന്ധം സ്ഥാപിക്കുകയും പിന്നീട് ബ്ലാക്ക് മെയിൽ ചെയ്ത് സ്വർണവും പണവും ഒക്കെ തട്ടിയെടുക്കുകയും ചെയ്യുന്ന രീതി. ഇതൊഴിവാക്കുന്നതിനായി സോഷ്യൽ മീഡിയയിൽ നമുക്ക് പരിചയമില്ലാത്തവരുമായി ബന്ധങ്ങൾ സ്ഥാപിക്കാതിരിക്കുക. ചിലപ്പോൾ ഒരുപക്ഷെ ഇത് നമുക്ക് തന്നെ വിനയായേക്കാം. അടുത്തതായി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളുടെ വിവരങ്ങൾ ചോരുന്നുണ്ട്. എങ്ങനെയാണ് ഈ തട്ടിപ്പുകാർക്ക് നമ്മളുടെ നമ്പറുകൾ ലഭിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളുടെ വ്യക്തിഗത വിവരങ്ങൾ ആവശ്യമില്ലാതെ ആർക്കും കൊടുക്കാതിരിക്കുക. ഉദാഹരണത്തിന് ഒരു റെസ്റ്റോറൻറ്റിൽ പോയാൽ, അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ, അല്ലെങ്കിൽ മറ്റൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയാൽ എന്തിനാണ് നമ്മൾ അവിടെ നമ്പർ കൊടുക്കുന്നത്? അവിടെ നമ്പർ കൊടുക്കേണ്ട ആവശ്യം എന്താണ്? സത്യത്തിൽ ബില്ലടിക്കുന്നതിനെ അവർക്ക് നമ്പർ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവർ നിർബന്ധിച്ചാലും നമ്പർ കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെയാണ് മാളുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ നടക്കുന്ന ലക്കി ഡ്രോ കോൺടെസ്റ്റുകൾ. ഇങ്ങനെയുള്ള കോൺടെസ്റ്റുകൾ പങ്കെടുക്കുന്നതിനായി നമ്മുടെ വിവരങ്ങൾ മുഴുവൻ നമ്മൾ അങ്ങ് എഴുതി കൊടുക്കും. ഇവർ ഈ ഡേറ്റയൊക്കെ പിന്നെ എന്താണ് ചെയ്യുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇവർ ഈ ഡേറ്റകളൊക്കെ വിൽക്കും. ഈ ഡേറ്റകൾക്ക് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം മൂല്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ വലിയൊരു ബിസിനസ്സാണ്. അതായത് നമ്മളുടെ ഡേറ്റകൾ വിൽക്കുമ്പോൾ അവർക്ക് വൻ തുക ലഭിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ നൽകുമ്പോൾ അവർ അത് മറച്ചു വിൽക്കാൻ സാധ്യതയുണ്ടെന്ന കാര്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇനി എന്തൊക്കെ വന്നാലും അത്യാവശ്യമല്ലാത്ത പക്ഷം നമ്മുടെ വിവരങ്ങൾ മറ്റൊരാൾക്ക് നൽകാതിരിക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് തട്ടിപ്പ് ഒരു പരിധിവരെയെങ്കിലും അവസാനിപ്പിക്കാനാവും. തട്ടിപ്പുകൾ അവസാനിക്കുന്നില്ല. പുതിയ തരം തട്ടിപ്പുകളുമായി തട്ടിപ്പുകാർ ഇനിയും വരും. ഇത്തരം ചതിക്കുഴികളെപ്പറ്റി ബോധവാന്മാരായിരിക്കുക എന്നത് മാത്രമാണ് ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാനുള്ള നമ്മുടെ ഏക മാർഗം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കഥകളായി കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളും കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റോറീസ് വിത്ത് കിരൺ.